ഹലോ എവ്രി വൺ. സോ നമുക്ക് ഇന്ന് പഠിക്കാൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് ഒരു സർഫസ് ലെവലിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡിറൈവ് ചെയ്യുക. അതായത് നമ്മൾ കാൽക്കുലസിലെ ഐഡിയ യൂസ് ചെയ്തിട്ട് ഇത് ഡിറൈവ് ചെയ്യാൻ പോവാണ്. സോ ഇതൊരു കൈൻഡ് ഓഫ് ഓപ്ഷണൽ ആണെന്ന് പറയാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ രണ്ട് ഐഡിയാസ് അതിൽ നിന്ന് ഇതിന് കവറായി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ പ്രീ റിക്വസിറ്റ് എന്താണ് വേണ്ടത് പഠിക്കുന്നതിന്, അതായത് ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട്. സോ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം d/dx. ഒരു മിനിറ്റ്, അത് കളർ ചേഞ്ച് ചെയ്തോട്ടെ. സോ d/dx ഓഫ് x⁴n. ഇതെങ്ങനെയായിരുന്നു ചെയ്തത് ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ ചെയ്തായിരുന്നു. ഇതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. nx⁴n-1. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ, അതായത് ഇങ്ങനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പവർ താഴും. അതായത് x² എന്ന് പറയുന്നത് x ആവും, x³ എന്ന് പറയുന്നത് x² ആവും. ഓക്കെ, x⁴ എന്ന് പറയുന്നത് x⁴3 ആവും. സോ ഇത് നിങ്ങൾ ഓർക്കണം. ആക്സിലേഷൻ 0 ആയിട്ടുള്ള കേസ് അതൊക്കെ വിടുക. ആക്സിലേഷൻ വേരി ചെയ്യുന്ന കേസസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആക്സിലേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസസിന് മാത്രം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? നമ്മൾ 3 ഇക്വേഷൻസ് പഠിക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, 9th ക്ലാസ്സിലുണ്ട്. അപ്പോൾ 9th ക്ലാസ്സിൽ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട് ആക്ച്വലി. സോ എന്തുകൊണ്ട് ഈ ഇക്വേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു ഫോർ ദിസ് പർട്ടിക്കുലർ സെറ്റ്? ഐ മീൻ ദിസ് പർട്ടിക്കുലർ തിങ് ഇൻ മൈൻഡ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്ക്. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭൂമിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എല്ലാ വസ്തുക്കളും ഇഫ് ദർ ഇസ് നോ എയർ റെസിസ്റ്റൻസ് ഇല്ല, അതായത് വേറെ അതർ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് മാസ് ഏതായാലും, ഇപ്പോൾ ഒരു ഹെവിയർ വസ്തു ആയാലും ഒരു ലൈറ്റർ വസ്തു ആയാലും അത് ഒരേ റേറ്റിലാണ് വീഴുക, അതായത് ഫ്രീ ഫാൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ റേറ്റിലായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തൂവലെടുത്തു എന്ന് വെച്ചോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കൊരു വലിയൊരു ഹാർഡ് ലെറ്റ്സ് സേ ഒരു പാറേൻ്റെ ഒരു പീസ് ഉണ്ടെന്ന് വെച്ചോ. ഇതൊരു ഒരേ ഹൈറ്റിലാണെന്ന് വെച്ചോ. ഇതിപ്പോൾ ഒരു സെയിം ഹൈറ്റിലാണ്. നിങ്ങളൊരു റൂം ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് എയർ ഉണ്ടാവില്ല, വേറെ ഒരു കൈൻഡ് ഓഫ് ഫോഴ്സസും ഇല്ല. എന്നിട്ട് ഇത് രണ്ടും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വലി ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതായത് അതിന് സെയിം ആക്സിലറേഷൻ ആയിരിക്കും. ആ വാല്യൂ എന്ന് പറഞ്ഞത് 9.8 m/s² ആണ് അറ്റ് സീ ലെവൽ. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ കേസ്, അതായത് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയ കേസിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ഇത് ഈക്വലി ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും താഴത്തേക്ക്. ഓക്കെ, ഇത് കുറച്ച് നോൺ ഒബ്വിയസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, നോർമലി നമ്മൾ ഇപ്പോൾ ഒരു കല്ലെടുത്തു, ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഫെദർ എടുത്തു, ഇപ്പോൾ ഒരു തൂവലെടുത്തെന്ന് വെച്ചോ, ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കല്ലായിരിക്കും ആദ്യം വീഴുക. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഉണ്ടായതുകൊണ്ടാണ്. എയർ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ റേറ്റിൽ ഒരേ സമയത്താണ് താഴത്തേക്ക് വീഴുക. സോ ഈ ഒരു കേസ് നിങ്ങൾ ഓർത്തിരിക്കണം, ഈ ഒരു പർട്ടിക്കുലർ കേസ്. അതായത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ മോഷനകത്തും ആക്സിലറേഷൻ ഐദർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് സം വാല്യൂ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആക്സിലറേഷൻ വേരി ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. സോ ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മുൻപോട്ട് വന്നു പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. So deriving the equation of motion. So equations of motion. So ഇതിനകത്ത് നിങ്ങൾ ഓർക്കണം, where acceleration is a constant. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ആ എ കോൺസ്റ്റൻ്റ് ഉള്ളത് അതിൻ്റെ ആവശ്യമില്ല.
സോ ആക്സലറേഷൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അത് മതിയോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. സോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. സോ ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്, സി. ലെറ്റ്സ് കോൾ ഇറ്റ് സി. ഓക്കെ, സോ നമ്മൾ എന്താ പഠിച്ചത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഡി വി ബൈ ഡി ടി ആണ് ആക്സിലറേഷൻ. നിങ്ങൾക്കറിയാമല്ലോ, ചേഞ്ച് ഇൻ വെലോസിറ്റി, സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ സ്മോൾ ചേഞ്ച് ഇൻ ടൈം ആണ് ആക്സിലറേഷൻ. ആൻഡ് വെലോസിറ്റി എന്ന് അതായത് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത്, അതായത് എത്ര ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഓൾറെഡി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ചെറിയ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. ഓക്കെ, അതാണ് വെലോസിറ്റി. ഇത് എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ആക്സിലറേഷൻ. സോ ഈ രണ്ട് ഐഡിയാസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാനിപ്പോൾ അത് പറയുകയാണ്. ഇപ്പോൾ ലെറ്റ്സ് സേ, അപ്പോൾ സം ഫംഗ്ഷൻ, ഏതോ ഒരു ഫംഗ്ഷൻ, എനിക്കറിയില്ല ആ ഫംഗ്ഷൻ ഏതാണ്, അത് രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് സി എന്ന് പറഞ്ഞ ആൻസറാണ് കിട്ടേണ്ടത്. അതായത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തെന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. സോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുകയാണ്. ഓർ നമുക്കിങ്ങനെ ചിന്തിക്കാം, നമുക്കൊരു കുറച്ചുകൂടെ ബേസിക് ആയിട്ട് പോകാൻ വേണ്ടി മേ ബി. സോ ലെറ്റ്സ് സീ, ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടണം? സി എന്ന് പറയാം, അന്ന് കിട്ടണം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റൻ്റ് ആവണം, അത് നിർബന്ധമാണ്. ആ കോൺസ്റ്റൻ്റ് തന്നെ ആവണം. സോ അങ്ങനെയാണെങ്കിൽ വി എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആ പഴയ ഐഡിയ യൂസ് ചെയ്താൽ മതി. സോ വി എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഇൻ ടൈം ആണ്. അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് സി എന്ന് കിട്ടണം. അത് എങ്ങനെ കിട്ടുക? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വി കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിഫറൻഷ്യൽ? അത് 0 ആയിപ്പോവും. സോ സം നമ്പർ വിത്ത് ടി, ഒരു ടി എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉള്ളവരായിരിക്കും വി എന്ന് പറയുന്നത്. സോ വി എന്ന് പറയുന്നത് സം ടി ഷുഡ് ബി ദെയർ ആൻഡ് നമുക്ക് സി കിട്ടണം. സോ സി ടി ഷുഡ് ബി ദെയർ. ഓക്കെ, സോ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത്, സോ ഡി വി ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഡി ബൈ ഡി ടി ഓഫ് സി ടി എന്ന് വരും. സി കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വരും. ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് വന്നു. ഓക്കെ, ഡി ടി ഓഫ് ടി എന്ന് വന്നു. അതായത് ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 1 ആണ്. സോ സി എന്ന് പറയും, സി എന്ന് വന്നു. സോ ഇതൊരു സൊല്യൂഷനാണ്. ബട്ട് ഒന്നുകൂടെ ചിന്തിച്ച് നോക്ക്, ഇതിൻ്റെ കൂടെ ഞാൻ വെറുതെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തു. ലെറ്റ്സ് സേ മേ ബി ബി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോഴും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുക? നമുക്ക് ഇതിൻ്റെ കൂടെ ഈ കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ എന്തായിരിക്കും ആ സമയത്ത്? നമുക്കറിയാം ഇതിപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡി വി ബൈ ഡി ടി ചെയ്യാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് സി ടി പ്ലസ് ബി. സോ ഡി ബൈ ഡി ടി ഓഫ് സി ടി നമ്മൾ കണ്ടുപിടിച്ചു സി ആണ്. ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഈ ഒരു വെറുതെ ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ ആഡ് ചെയ്തുള്ളൂ, അത് നമ്പർ ആയിരിക്കും, ഇനി നമ്പർ, അത് നമ്മൾ പറയാം എന്താണത്, അത് 0 ആയിരിക്കും. സോ ഇതാണ് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. സോ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവുന്ന കേസിൽ വെലോസിറ്റീൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓർക്കുക, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം, സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. വെലോസിറ്റി ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഐഡിയയിൽ നിന്ന് വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്, ആ ഫംഗ്ഷൻ എന്താണെന്ന് അസ്യൂം ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഈ അസംഷനെ പറയുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ. നമ്മൾ ഗസ് ചെയ്യുക. ഒരു രീതി പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഇസ് സം സോർട്ട് ഓഫ് ഗസ്സിങ് ഇൻ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഒരു ചെറിയ എക്സ്റ്റെൻറ്റ് വരെയും ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഗസ്സിങ് ആണ്. സോ സി ടി പ്ലസ് ബി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത സമയത്ത് ഡി വി ബൈ ഡി ടി ചെയ്ത സമയത്ത് നമുക്ക് സി കിട്ടി. അപ്പോൾ ഈ ഫംഗ്ഷൻ ആയിരിക്കാം ഇതിൻ്റെ ഈ ഫംഗ്ഷൻ തന്നെയാണ് ഒരു കൈൻഡ് ഓഫ് ജനറൽ ഇക്വേഷൻ, ഒരു ജനറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റീൻ്റെ. ഓക്കെ, സോ നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് നമ്മളിനി ഞാൻ ഈ ഭാഗത്തേക്ക് എഴുതാം, റൈറ്റ് സൈഡിലേക്ക് എഴുതാം. സോ യാ,
ഓക്കെ, ഇനി നമുക്കപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? സി ടി പ്ലസ് ബി എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ അറിയാം? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി, അതായത് സം ഫങ്ഷൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് പൊസിഷനാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പൊസിഷൻ കിട്ടാം? അപ്പോൾ അത് നമ്മൾ ഗസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഗസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കുക, ഇവിടെ നമുക്ക് സി ടി എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ എന്നുള്ളൊരു ടേം വരണമല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത സമയത്ത് ടി സ്ക്വയർ എന്നുള്ളത് ടി ആയി മാറും. സോ അതായത് ഈ ടി സ്ക്വയർ എന്നുള്ള ടേം എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് സി ടി സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ സി ടി സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ സി ടി കിട്ടത്തില്ലല്ലോ, അത് 2ct എന്നാണ് കിട്ടുക. അപ്പോൾ കാരണം ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? 2t ആയിരിക്കും. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2t ആയിരിക്കും. അതുകൊണ്ട് ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്ക് ആക്ച്വലി സി ടി എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കൊരു ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 2നെ കെട്ടിട്ടോ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ബി എന്ന് പറഞ്ഞ ഒരു ടേം കിട്ടണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബി ടി ആവണം. ബി ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ബി കിട്ടും. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. ഇതും ഒരു സൊല്യൂഷനാണ്, ഇത് വൺ ഓഫ് ദ സൊല്യൂഷനാണ്. പക്ഷേ ഒരു കൈൻഡ് ഓഫ് ഒരു ടേമും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടേമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ്, മേ ബി ലെറ്റ്സ് സേ സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയിരിക്കും നല്ലത്. കുറേ നമുക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണ്ടി വരില്ല. സോ ഞാൻ എല്ലാ ഇക്വേഷൻസും എഴുതാം. സോ നമുക്ക് ഇത്രയാണ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തത്. സോ ഇതാണ് ലാസ്റ്റ് പാർട്ട്. സോ ഫസ്റ്റ് പാർട്ട് ഇസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, ഞാൻ ഒരു ഓർഡറിൽ എഴുതാം, ഡി പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ബൈ 2. ഇത് ഫസ്റ്റ് പാർട്ട്. ഇനി വി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ടി പ്ലസ് ബി. ഈ രണ്ട് ഇക്വേഷൻസ്. നമ്മൾ ഫിസിക്സ് ആണ് ചെയ്യുന്നത്, മാത്സ് അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിയും ബിയും അതൊക്കെ എന്താ നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അതെന്താ നമുക്കറിയാൻ നോക്കാം. അതറിയാൻ വേണ്ടിയിട്ട് എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചിന്തിച്ച്, എന്താണ് എക്സ് ഓഫ് സീറോ? എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനീഷ്യൽ പൊസിഷനാണ്. അതായത് പൊസിഷൻ വെൻ ടൈം ടി ഈക്വൽ ടു 0, അതാണ് ഇനീഷ്യൽ പൊസിഷൻ. നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അത് എന്താണോ കിട്ടുന്നത് അതാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് ബി ഇൻറ്റു 0, അത് 0 ആണ്. സി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. സോ ഈക്വൽ ടു ഡി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് x0 ആണ്, വിച്ച് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ കേസ് ഈ വി ഓഫ് ടി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വി ഓഫ് ടീനകത്ത് വി ഓഫ് സീറോ എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. വെൻ ടി ഈക്വൽ ടു 0 എന്താണോ നമുക്ക് വാല്യൂ കിട്ടുന്നത് അതാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ സി ഇൻറ്റു 0, സോ 0 പ്ലസ് ബി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓഫ് സീറോ എന്ന് പറയുന്നത് ബി ആണ്. അതാണ് നമ്മളുടെ ഇനീഷ്യൽ, അതായത് ഞാൻ ഇവിടെ എഴുതാം, ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ ഡെറിവേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി, എന്നിട്ട് ഞാൻ പറഞ്ഞു എക്സ് ഓഫ് സീറോ ഇനീഷ്യൽ അറ്റ് ടി ഈക്വൽ ടു 0 ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഡി എന്ന് കിട്ടി. പിന്നെ വി ഓഫ് ടി ഒരു ഫംഗ്ഷൻ കിട്ടി, വി ഓഫ് 0 ചെയ്തു, അപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇനീഷ്യൽ ലൊക്കേഷനാണ്, ബി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. സോ ഇത്രയും മനസ്സിലാക്കുക. സോ നമുക്കതെല്ലാം കൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, നിങ്ങളിതൊന്ന് നോട്ട് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. സോ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. സോ ഞാനത് കറക്റ്റ് ഒന്നുകൂടെ എഴുതുകയാണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയെന്ന് x0 പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഈ വാല്യൂ എന്താണെന്നും ഇത് ഡി ആയിരുന്നു. ഡി എന്ന് പറയുന്നത് x0 ആണ്. ബി എന്ന് പറയുന്നത് യു ആണ്, വിച്ച് ഇസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആൻഡ് ഹാഫ് എ ടി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ വി ഓഫ് ടി എന്ന് പറയുന്നത് എന്തെന്നാ?
വി ഓഫ് ടി എന്ന് പറയുന്നത്, വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ടി. ഓക്കെ, ഈ ഇക്വേഷൻസ് മാത്രം മതി നമുക്ക് ആക്ച്വലി സോൾവ് ചെയ്യാൻ. ഒരു വൺ മോർ ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് ഡിറൈവ് ചെയ്യാം അറ്റ് ദ എൻഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇൻ്റഗ്രേഷൻ, നമ്മൾ ആക്ച്വലി ഇൻ്റഗ്രേഷനാണ് യൂസ് ചെയ്തത്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻ്റഗ്രേഷൻ ഒരു കൈൻഡ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഗെസ്സിങ് ആണ് ചെയ്യുക. നമുക്കൊരു ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ആ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഗെസ് ചെയ്യുക ചെയ്ത്. ഓക്കെ, അത് കുറച്ച് നിങ്ങൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. മാത്സിൽ ഇതുണ്ട്. സോ യാ, ലെറ്റ്സ് മൂവ് ഓൺ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഓൺലി ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അതായത് ഇത് നമ്മൾ ആകെ 2-3 കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അത് വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ഇതേ മെത്തഡോളജി നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് വിൽ ബി ഈസിയർ. അപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോ. ഇതൊരു ടോൾ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 മീറ്റേഴ്സാണ്. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ഒരാൾ ഒരു സ്റ്റോൺ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീണു. ഇയാൾ എറിഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് എറിഞ്ഞത്. ഓക്കെ, ഒന്നുമില്ല, ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 മീറ്റേഴ്സാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു. അത് കുറച്ച് ഹൈറ്റിലേക്ക് പോയിട്ട് തിരിച്ച് താഴെ വന്ന് വീണു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം, അതായത് ഒരു റെഫറൻസ് സിസ്റ്റം, ഒരു കൈൻഡ് ഓഫ് സ്കെയിലർ ഡിഫൈൻ ചെയ്യണം. അതായത് ഒരു നമ്പർ ലൈൻ ഡിഫൈൻ ചെയ്യണം. ഏതാണ് ഒറിജിൻ, ഇതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. സോ നമ്മളിത് കാണുന്ന സമയത്ത് നമുക്ക് പറയാം ഇത് ഈ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഒറിജിൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വൈ ആക്സിസ്. ഓക്കെ, ഇത് -5, ഇത് +5. വൈ ആക്സിസ് ഇതാണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഞാൻ എഴുതിയിരിക്കുന്ന എക്സ് ഓഫ് ടിയിലാണ്. വൈ ഓഫ് ടിയിൽ സെയിം രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. വൈ ഓഫ് ടിയിലാണെങ്കിലും ഈ ഇക്വേഷൻ വാല്യൂ ആണ്. വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ y0 + ut + ½ ഒന്നുകൂടെ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എനി ഫ്യൂച്ചർ ടൈം. ഏത് ഫ്യൂച്ചർ ടൈമിലുള്ള പൊസിഷനും നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വേണം? ഫസ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ ലൊക്കേഷൻ, എവിടെയാണ് ആ ഒബ്ജക്റ്റ് ഉള്ളത്. രണ്ടാമത്തത് അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് എത്രയായിരിക്കും, അത് നമുക്ക് വേണമല്ലോ. എത്ര സ്പീഡിലാണ് ഇനീഷ്യലി മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. അതാണ് ഈ സെക്കൻഡ് ടേം ഡിനോട്ട് ചെയ്യുന്നത്. തേർഡ് ടേം ഡിനോട്ട് ചെയ്യുന്നത് ആക്സിലറേഷനാണ്. എത്ര ആക്സിലറേഷൻ ഉണ്ട്, അതായത് ഇതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അതോ അത് അങ്ങനെ തന്നെ നിൽക്കുവാണോ, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ടേം വഴി മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും ഓർത്താൽ മതി. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്യൂച്ചർ പൊസിഷൻസ് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇനീഷ്യൽ പൊസിഷൻ വേണം, ഇനീഷ്യൽ വെലോസിറ്റി വേണം, ആക്സിലറേഷൻ വേണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു വൈ ഡയമെൻഷണൽ പ്രോബ്ലം അല്ലേ. ഇതിപ്പം ഒരാളിപ്പോൾ ഇങ്ങോട്ട് ഓടുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റൻ എഴുതാം. ഒന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ആകെ എക്സ് ഓഫ് ടി എന്നുള്ള സ്ഥലത്ത് വൈ ഓഫ് ടി എന്നിട്ടു. കാരണം ഇത് വൈ ആക്സിലുള്ള മോഷനാണ്, അതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, സോ എവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്? ഇനീഷ്യൽ ലൊക്കേഷൻ എവിടെയുള്ളത്? ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ്. സോ നമ്മൾ എഴുതാൻ പറ്റും വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇവിടെയാണുള്ളത്, അതായത് 15 മീറ്റേഴ്സിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ആൻഡ് ഇതിന് ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 10t. ഓക്കെ, ആൻഡ് പിന്നെ ആക്സിലറേഷൻ ഉണ്ടോ വൈ ആക്സിസിൽ? ഒബ്വിയസ്ലി ഉണ്ട്. അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതിങ്ങനെ താഴത്തേക്ക് വരാൻ കാരണം ഇതെന്നാ? ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി ജി വാല്യൂ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നോർമലി. ഈ ഒരു കേസിനകത്ത് നമുക്ക് ഫോർ ദ ടൈം ബീങ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാം. ഓക്കെ, സോ +½ 10t സ്ക്വയർ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് രസത്തിലെഴുതാം. അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു സൈൻ മാറിയിട്ടുണ്ട് എൻ്റെ. അത് എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ ഇക്വേഷനകത്ത് ഒരു സൈൻ മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളും എൻ്റെ ഒരു ഹെഡായി ചിന്തിക്കണം. ഓക്കെ, അതായത് എൻ്റെ മുമ്പോട്ടത്തേക്ക് ചിന്തിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് ഇരിക്കാൻ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻഗേജ്ഡ് ആവും. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന രീതിയിൽ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അതേപോലെ എടുത്ത് നിങ്ങൾ എഴുതരുത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സാറിനോട് ഇപ്പോൾ എന്നോട് പറയാം, അല്ലെങ്കിൽ ഒരു
ഇപ്പം നമുക്ക് നോർമൽ ക്ലാസ് ആണെങ്കിൽ ഇത് പറയാൻ പറ്റും, പക്ഷേ ഈ ഒരു കേസിനകത്ത് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി ഇതിനകത്ത് എന്താണ് ഒരു ചെറിയ സൈൻ മാറ്റം ഉള്ളത്. ഒരു ടേമിന് ഇതിനകത്ത് സൈൻ മാറ്റമുണ്ട്, അതെന്തായിരിക്കും? ഓക്കെ, സോ ഞാൻ പറഞ്ഞായിരുന്നു വൈ ആക്സിസ് പോസിറ്റീവ് ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, സോ ഗ്രാവിറ്റി എപ്പോഴും എന്തെന്നാ, നമ്മുടെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അതായത് ഞാൻ ഇപ്പോൾ എടുത്ത കോർഡിനേറ്റ് സിസ്റ്റം ബേസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ജി വാല്യൂ നെഗറ്റീവാണ്, അതായത് മൈനസ് ഇവിടെ വരും. സോ നമുക്ക് ഇവിടെയും ഒരു മൈനസ് വരും. ഓക്കെ, ഇവിടെയും ഒരു മൈനസ് വരും. ഓക്കെ, സോ നമുക്ക് 15 + 10t - 5t². ആൻഡ് വൺ മോർ തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യണം. ഏതൊരു ഫിസിക്സ് പ്രോബ്ലത്തിനകത്തും ഒരു റെഫറൻസ്, നമ്മുടെ ഒരു കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു ഒറിജിൻ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സയൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുക. ഈ ഒരു നോർമലി നമ്മൾ നോക്കുന്ന കേസിനകത്ത് ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ്, നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ഒറിജിനാക്കി എടുക്കാം, ഒരു കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് മാറ്റേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ ഈ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഇത് നിങ്ങളുടെ പോസിറ്റീവ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയല്ലോ. ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാഫ് ഓഫ് ദ പ്രോബ്ലം കഴിഞ്ഞെന്ന് തന്നെ അർത്ഥം. അതായത് y(t) = 15 വിച്ച് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ. എന്താണ് ഇനീഷ്യൽ പൊസിഷൻ എന്നുള്ളത്? ut എന്ന് പറഞ്ഞാൽ 10t - 5t². ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് v(t) എഴുതാൻ പറ്റുമല്ലോ. v(t) എന്തെന്നാ? v(t) എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി u വിച്ച് ഇസ് 10 - 10t, ബിക്കോസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി a എന്ന് പറയുന്നത് -10 ആണ്. സോ 10 - 10t. സോ ഇക്വേഷൻ നമ്പർ 1 നമുക്കിത് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി പെട്ടെന്ന് എഴുതാൻ പറ്റും, ഒന്നുമില്ല. ഇനീഷ്യൽ പൊസിഷൻ എഴുതി 10t - 5t², 10 - 10t, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഫസ്റ്റത്തെ കാര്യം ചെയ്യാം. എന്തായിരിക്കും ഓർ എത്ര ഹൈറ്റിലേക്ക് ഇത് മാക്സിമം റൈസ് ചെയ്യും? അത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മാക്സിമം ഹൈറ്റ് അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കി. മാക്സിമം ഹൈറ്റ് എങ്ങനെ, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് എത്തും, അല്ലെങ്കിൽ എത്ര ആയിരിക്കും അത് എത്തുക? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതെങ്ങനെ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കി. ഓക്കെ, സോ മാക്സിമം ഹൈറ്റ്, നമ്മളൊരു സാധനം മുകളിലേക്ക് എറിഞ്ഞു. സോ ഇതിങ്ങനെ മുകളിലേക്ക് വന്നു, മാക്സിമം ഹൈറ്റ് എത്തി, പിന്നെ അത് താഴത്തേക്ക് പോയി. സോ ഒരു സാധനം മുകളിലേക്ക് എറിഞ്ഞ് മാക്സിമം ഹൈറ്റ് എന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് 0 ആയി. മനസ്സിലായില്ലേ? സ്പീഡ് കുറഞ്ഞ് 0 ആയി. എഗെയിൻ അത് താഴത്തേക്ക് സ്പീഡ് കൂടി തുടങ്ങി. സോ ഇങ്ങനെ വന്നു, മുകളിലേക്ക് നിന്നു, പിന്നെ ഇങ്ങനെ പോയി. ഓക്കെ, സോ അറ്റ് ദ മാക്സിമം ഹൈറ്റ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കറിയില്ല ഏതോ ഒരു സമയത്ത്. സോ നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. സോ v(t) = u + at. ആ ഇക്വേഷനിൽ നിന്ന് v(t) എത്രയാണ് ഞാൻ എഴുതിയത്? 10 - 10t ആയി. സോ അറ്റ് സം ടൈം t, എത്രയോ ഏതോ ഒരു സമയത്ത് മറ്റേ ഈ വെലോസിറ്റി 0 ആയിരിക്കും. സോ അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി is equal to 0. ഓക്കെ, സോ എനിക്ക് ആ ടൈം എത്രയെന്ന് അറിയത്തില്ല. സോ അറ്റ് സം ടൈം t, ആ ടൈമിനെ നമുക്ക് t = t* എന്ന് വിളിക്കാം ഫോർ ദ ടൈം ബീങ്. ഓക്കെ, അതായത് v(t* = 0. സോ 10 - 10t* = 0. സോ t* എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 സെക്കൻഡ് ആയിരിക്കും. സോ ഇതിൻ്റെ അർത്ഥം എന്താ? ആഫ്റ്റർ 1 സെക്കൻഡ് ഈ ഒബ്ജക്റ്റ് മാക്സിമം ഹൈറ്റിലെത്തി എന്നാണ് എൻ്റെ അർത്ഥം. ആ പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി 0 ആയി. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീനാണ്, ഒരു കൈൻഡ് ഓഫ് മെഷീനായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഏത് ടൈം അതിനകത്ത് ഇടുന്നോ ആ ടൈം വെച്ചിട്ട് പൊസിഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കാം. സോ y(t) = നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ എഴുതണ്ട. (15 + 10t - 5t². ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏത് ടൈമിലാണ് ഇത് മാക്സിമം ഹൈറ്റിലെത്തുക. സോ y(1) എന്ന് പറയുന്ന ടൈമിലാണ് ഇത് മാക്സിമം ഹൈറ്റിലെത്തുക. അപ്പോൾ 15 + 10 × 1 - 5 × 1². ഓക്കെ,
അപ്പോൾ അത് എത്ര കിട്ടുക? 15 + 10 - 5. അപ്പോൾ നമ്മളിവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു കേസ് എടുക്കുക. അതായത് ഈ ബോൾ നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കേസ് എടുക്കുക. അപ്പോൾ എത്രയാണ് ഇത് താഴത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് ഇത് കവർ ചെയ്തത്? ആ ഡിസ്റ്റൻസ് കവർ ചെയ്തത് 20 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ സ്പീഡ് 0 ആണ്. ഇത് നമ്മൾ ഒറിജിനായി കൺസിഡർ ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് u 0 ആണ്. സോ ഹാഫ് 10t². ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ ഇത് t = t² = 4 എന്ന് കിട്ടും. സോ t = 2 seconds എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. സോ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതെന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് 20 ആയിരിക്കും. സോ ഹാഫ് t² മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. സോ ഹാഫ് a എന്ന് പറയുന്നത് 10 ആണ്. സോ t = 2 seconds കിട്ടും. ഇത് പെട്ടെന്ന് കിട്ടുന്ന വേ ആണ്. ഓക്കെ, നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഒന്ന് ആലോചിക്കാം. സോ നിങ്ങളിതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, ഓക്കെ, എല്ലാം ഒന്ന് പ്രോപ്പറായി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ മുൻപോട്ടത്തേക്ക് പോകാം കുറച്ച്. സോ ഇത് കിട്ടിയൊരു ഉത്തരമാണ്. നമ്മളിനി ഇതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സോ ഈ ഒരു കേസിനകത്ത് ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. സോ x(t) എന്ന് പറഞ്ഞ ഇക്വേഷൻ 15 + 10t - 5t². സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് y വാല്യൂ ഇത് y ആണ്. ഈ ഒരു ഭാഗം y ആണ് ആക്ച്വലി. ഓക്കെ, y(t) നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അത് ഓക്കെയാണ്, x എന്ന് എഴുതി, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ആ രീതിയിൽ തന്നെ y ആക്സിസിലാണ് കൺസിഡർ ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് എന്തായിരിക്കും y-ൻ്റെ വാല്യൂ? y ഓഫ് സം ടൈം, നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ T എന്ന് കൊടുക്കാം, സം ടൈം ഓർ സം മേ ബി t* ഓർ whatever, ആ ടൈമിനകത്ത് y(t) വാല്യൂ 0 ആയിരിക്കും. അതായത് അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്, അറ്റ് ദ വെരി ബേസ്, ഈ y-ൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, y-ൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും 15 + 10t* - 5t² = 0. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു പർട്ടിക്കുലർ കേസ് ഓർത്ത് വെക്കുക. അതായത് നമ്മൾ ഈ അറ്റ് ദ ബോട്ടം പോയിന്റ് ഇത് 0 ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ്. ഞാൻ t* എന്ന് എഴുതുന്നില്ല, t എന്ന് എഴുതിയാൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഏതോ ഒരു സമയത്ത് ഇത് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ y വാല്യൂ 0 ആയിരിക്കും. അത് നമ്മൾ ചൂസ് ചെയ്ത കോർഡിനേറ്റ്സിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. ഓക്കെ, സോ ഇതൊന്ന് നമുക്ക് ഒന്നുകൂടെ നന്നാക്കി എഴുതാൻ പറ്റും. സോ ഞാനിതൊന്ന് സൈൻ മാറ്റി എഴുതാം. 5t² - 10t + 15 - 15 = 0. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, സൈൻ ജസ്റ്റ് മാറ്റി ഫ്ലിപ്പ് ചെയ്തു. 5t² മുൻപോട്ടത്തേക്ക് വന്നു, ഈ 10t നെഗറ്റീവായി 15 നെഗറ്റീവായി, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിനെ നോക്കി ഇതെല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ t² - 2t - 3 = 0. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. -p ± നിങ്ങൾക്ക് അറിയാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം, പണ്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അതായത് അത് നിങ്ങൾ നോക്കുക, അതായത് ഒന്ന് പുറകോട്ട് പോയി നോക്കുക. ഇതിനെ ഞാൻ ആക്ച്വലി ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ t - 3 എഴുതാൻ പറ്റും. ഒന്ന് നോക്കി നോക്ക്, നിങ്ങൾ തന്നെ പറ. t - 3 × t + 1 = 0. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. t², പിന്നെ ഇവിടെ ഒരു t വരും, -3t + 3t - 3t, സോ -2t - 3 = 0 എന്ന് കിട്ടും. അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ t = 3 seconds ഓർ t = -1 secondsൽ ഈ ഒബ്ജക്റ്റ് 0-ലാണ് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് നേരത്തെ കിട്ടിയല്ലോ, നേരത്തെ ഇക്വേഷനകത്ത് ഹയസ്റ്റ് പോയിന്റ്, അതായത് ടൈം ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള h max എത്താനുള്ള ടൈം എത്രയായിരുന്നു? 1 second ആയിരുന്നു. പിന്നെ ഡ്രോപ്പ് ചെയ്ത് താഴത്തേക്ക് വരാനായിട്ട് ഡ്രോപ്പിംഗ് കേസ് വൈൽ ഡ്രോപ്പിംഗ് 2 seconds. സോ
സോ ടോട്ടൽ 3 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ എൻറ്റയർ ജേർണി എടുത്തത്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ t = 3 സെക്കൻഡ്സ്. ഓക്കെ, സോ ടൈം ടേക്കൺ ഫോർ ദിസ് ടു കം ഡൗൺ ടിൽ ഹിയർ, അതും നമുക്ക് കിട്ടി 3 സെക്കൻഡ്സ്. ബട്ട് എന്താണ് -1 സെക്കൻഡ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 എന്ന് പറയുന്നത് ടൈം അത് നെഗറ്റീവ് ആവാൻ പാടില്ല. സോ വി ഹാവ് ടു ഇഗ്നോർ ഇറ്റ്. സോ t = 3 സെക്കൻഡ്സ് ആണ് ഉത്തരം. ബട്ട് t = -1 എന്ന് പറയുന്നത് അത് ആക്ച്വലി എന്തോ മീൻ ചെയ്യുന്നുണ്ട്. അത് എന്തായിരിക്കും? സോ ഇന്ന് ഡേ 1 ആണെങ്കിൽ, അതായത് ഇന്നലെ അപ്പം എന്തായിരിക്കും? ഡേ -1 ആയിരിക്കും. ഡേ ബിഫോർ ഡേ -2 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ അറിയത്തില്ല, നമ്മളൊരു ഇതിങ്ങനെ ഇതിൻ്റെ മേളിലാണ് നിൽക്കുന്നത്, ഇതൊന്നും ഈ പർട്ടിക്കുലർ ഇക്വേഷൻ, ഇതൊരു പാരബോളിക്, ഇത് 2 വഴിക്കും പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ -1, അതായത് നമ്മൾ ഇവിടെ നിന്നാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബിഫോർ -1 സെക്കൻഡ്സ് ഇത് അറ്റ് ദ ബോട്ടം ഓഫ് ദ ബിൽഡിംഗ് ആയിരിക്കും. അതാണിത് മീൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ ഹാസ് എ മീനിങ്. അതായത് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു പാരാബോളിക് ഇക്വേഷൻ ആണ്. സോ ഈ പാരാബോളേൻ്റെ ഈ പോയിന്റ് -1 സെക്കൻഡ്സിൽ ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. സോ t = 3 സെക്കൻഡ്സും നമുക്ക് കിട്ടി. സോ നമുക്ക് മാക്സിമം ഹൈറ്റ് എത്തി, എത്ര വെലോസിറ്റിയിലാണിത്, അത് എത്ര സമയം എടുക്കും താഴെ എത്താൻ, എത്ര ഹൈറ്റിലേക്ക് പോയി, അത് എത്ര സമയം എടുത്തു ഹൈറ്റിലേക്ക് പോകാൻ. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇനി താഴത്തേക്ക് ഇനി ഇതും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, അത് ഞാൻ ഡിറൈവ് ചെയ്തിട്ട് ബാക്കി പറഞ്ഞുതരാം. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഇനി നമുക്ക് എത്ര വെലോസിറ്റിയിലാണ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നതെന്ന് അതും കൂടെ കണ്ടുപിടിക്കാം. അതിനൊന്നുമില്ല, നമുക്കറിയാം എത്ര സെക്കൻഡിലാണ് ഇതിവിടെ വന്ന് നിൽക്കുന്നത്. സോ v(t) എന്ന് പറയുന്നത് എന്താ? u + at ആണ്. സോ ഈ കേസിനകത്ത് u(t) എന്ന് പറയുന്നത്, ഈ ഒരു കേസിനകത്ത് u(t) എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ v(t) എന്ന് പറയുന്നത് 10 - 10t ആണ്. സോ v(3) എന്ന് പറയുന്നത്, അതായത് എനിക്കറിയാം ഇത് ഹിറ്റ് ചെയ്തത് at t = 3 സെക്കൻഡ്സ് ഇവിടെയാണ്. സോ 10 - 10 × 3 അത് എത്രയായിരിക്കും? സോ 10 - 30, സോ ദാറ്റ് ഈസ് -20 m/s. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് മുകളിലേക്ക് പോയി താഴത്തേക്ക് -20 സ്പീഡിലാണ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നത്. അതാണത് ഇംപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ഈ ഒരു കോർഡിനേറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയത്. ഇത് സിംപ്ലറായി ചെയ്യാം. ഞാനിവിടെ ചെയ്ത പോലെ തന്നെ ഇത് 2 സെക്കൻഡ്സ് ആണ്. മാക്സിമം ഹൈറ്റിലേക്ക് പോകാൻ എടുത്ത ടൈം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് 1 സെക്കൻഡ് ആണ്. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഡാറ്റ നമുക്ക് കിട്ടത്തില്ല ആ സമയത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമുക്ക് എല്ലാം കിട്ടി. എല്ലാം നമ്മൾ വിചാരിച്ചതെല്ലാം ഈ ഒരു കൈൻഡ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇത്രയും നോക്കുക. ഇനി ലാസ്റ്റ് ഡെറിവേഷനും കൂടെ ഉണ്ട്, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആക്ച്വലി പറ്റും അത് ചെയ്യാനായിട്ട്. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 ഇക്വേഷൻസ് ആയിരുന്നു. y(t) = y0 + ut + ½ at². ഇത് ഇതിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ x(t) ടേമിനകത്തും ചെയ്യാം. x(t) എന്തായിരിക്കും? x(t) = x0 + ut + ½ at². സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. സോ v(t) = u + at. ഈ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനകത്തുനിന്ന് ടൈം ഞാൻ എന്താ എഴുതാൻ പറ്റും? ടൈം എങ്ങനെ എഴുതാൻ പറ്റും? ടൈം നമുക്ക് v(t) - u/a, ഓർ നമുക്ക് ഫോർ ദ ടൈമിംഗ് v - u/a എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ v - u/a എന്ന് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ ഇതിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എവിടെയൊക്കെയാണോ ടൈം ഉള്ളത് അവിടത്തേക്കില്ല. അതായത് y(t) എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ y0 + ut, സോ u × v - u/a + ½ a × v - u/a (²). ഓക്കെ, ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഫോം കിട്ടേണ്ടത്. ഫോം കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ v = v² = u² + 2a × ഇതിനകത്ത് y(t) - y0. ഇഫ് നിങ്ങൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, ഇനി ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ v² = u² + 2a × x(t) - x0. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈം ഇല്ല. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനകത്ത് ടൈം ഇല്ലാണ്ട് ഒരു
കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ആ ബിൽഡിംഗ് പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് 15 മീറ്റേഴ്സ് ഹൈ, അപ്പോൾ അതിൻ്റെ 10 മീറ്റേഴ്സ് പെർ സെക്കൻഡ്സിലാണ് നമ്മൾ ത്രോ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെലോസിറ്റി വേണം, നിങ്ങൾക്ക് ടൈം ഒന്നും വേണ്ട, ഈ വെലോസിറ്റി മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ എന്തെന്നാ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് 10 ഇൻറ്റു എക്സ് ഓഫ് ടി, ഓർ ഇതിനകത്ത് y ഓഫ് ടി ആണ്. y ഓഫ് ടി എന്തായിരിക്കും? 0 ആയിരിക്കും അറ്റ് ദ ബോട്ടം പോയിന്റ്. ഈ പോയിന്റിൽ y ഓഫ് ടി 0 ആയിരിക്കുമല്ലോ. 0 മൈനസ് 15. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി സ്ക്വയർ കിട്ടും, വിച്ച് ഇസ് ഇത് 100 ആണ്, മൈനസ് ഇതിപ്പോൾ എത്ര ആയിരിക്കും? 2 ഇൻറ്റു 10 ഇൻറ്റു മൈനസ് 15, സോ മൈനസ് 15 വരും. സോ അത് പ്ലസ് ആയിരിക്കും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഡയറക്റ്റ്ലി കിട്ടും. അതായത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്സ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 20 മീറ്റർ പെർ സെക്കൻഡ്സ് ആയിരിക്കും ബി കിട്ടുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 100 പ്ലസ് ഇത് 300 വരും, സോ 400 ആയി. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 20 മീറ്റർ പെർ സെക്കൻഡ്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്രയും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ ചാപ്റ്റർ ഏതാണ്ട് കണ്ടു, ഇനി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ, അത് റിലേറ്റീവ് മോഷനാണ്. ബട്ട് ഇത്രയും ആണ് ആക്ച്വലി 90% ഓഫ് ദ ചാപ്റ്റർ. സോ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു 90%ഓളം കഴിഞ്ഞ്. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. NCERT ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുൻപായിട്ട് വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻസ് NCERT ഉണ്ടാവും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. താങ്ക് യു.